Friends, welcome to Tony's Kitchen. Today we are making my favorite dish, chicken roast. നമുക്ക് ഇതിനായിട്ട് വേണ്ടുള്ള ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിക്കനാണ്. ചിക്കൻ കഴുകി എൻ്റെ വെള്ളമൊക്കെ പറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് സവാളയാണ്. 4 സവാളയാണ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട്. പിന്നെ സ്ലൈസ്ഡ് തേങ്ങാക്കൊത്ത്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഗാർലിക് ഒരു തുടം വെളുത്തുള്ളി, ഒരു 12 to 14 അല്ലികളുണ്ട്. അതും ഒരു 1/2 ഇഞ്ച് നീളത്തോളം ജിഞ്ചറുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. വെള്ളം ചേർക്കാതെയാണ് അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് ക്യാഷു ആണ്. ക്യാഷു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഇത് അരയ്ക്കേണ്ടതുണ്ട്, ഇതിന് ശേഷം അരച്ചെടുക്കുന്നതാണ്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള മസാലകളാണ്. മസാല കൂട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യമുള്ള സാധനമാണ് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യും. നമ്മുടെ സവാള, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, കറിവേപ്പില എല്ലാം നന്നായിട്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ലുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളിലെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സത്യം പറയാലോ, നല്ല വാസനയുണ്ട്, നല്ല സ്മെല്ല് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് സോ എവരിബഡി വിൽ ബി ലൈക്ക് ഇറ്റ്. You can prepare on your style. Don't follow my style. I just making my own style. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എൻ്റെ സ്റ്റൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്റ്റൈലിലെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിലെടുത്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. മസാല ആവശ്യത്തിന് മതി. കാരണം നമുക്ക് മസാലയുടെ ടേസ്റ്റ് അല്ല ഇതിന് വേണ്ടത്. മെയിനായിട്ട് മസാല എല്ലാം പിടിച്ച ചിക്കൻ്റെ ടേസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്ത് സവാളയെല്ലാം നല്ലതായിട്ട് മുറിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം നമ്മൾ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്യുക. ചിക്കൻ വേവാനുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ വന്നത്. അപ്പം വെള്ളം ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അത് എപ്പോഴും ചൂടുവെള്ളം ആഡ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ മിക്സുകളെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ക്യാഷു എടുത്തു വെച്ചിരുന്നു. ക്യാഷു അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ച ക്യാഷു നമുക്ക് അതിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗൈസ് നമ്മൾ ഏതാണ്ട് നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് കയറുകയാണ്. നമ്മുടെ മിക്സുകളെല്ലാം റെഡി ആയിരിക്കുന്നു, മസാലകളെല്ലാം റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കളറുകൾ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല.
കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളിൽ കിട്ടും പോലെ നല്ല കളർഫുള്ളായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഉപ്പ് സവാളയിൽ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇനി ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മൂടിയെടുത്ത് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 12 to 15 മിനിറ്റ്സ് മതിയാവും. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം വെറുതെയായി. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴിക്കണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഏതാണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി നോക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പും മുളകും എല്ലാം നല്ല പാങ്ങിനാണ്. തരക്കേടില്ലെന്നല്ല, 99% കൊള്ളാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ്ഡ് കുരുമുളകാണ്. ക്രഷ്ഡ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എരിവ് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ക്രഷ്ഡ് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഗ്രേവി തിക്കാവുന്നതായിട്ട് കാണാം. ഒരു തിക്നെസ്സാണ് എപ്പോഴും ചിക്കൻ റോസ്റ്റിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഐറ്റം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ്. ഇതിലായിട്ട് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണ്. കുറച്ച് ക്യാഷ്നട്ടാണ്. ഗീല് വറുത്ത ക്യാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് അതും ഗീല് തന്നെ നല്ല ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുതിനയില അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പുതിനയില ആൻഡ് മല്ലിയില. ഞാൻ ആദ്യം പറഞ്ഞത് പുതിനയില മാത്രമാണ്, മല്ലിയില കൂടി അതിൻ്റെ അത് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേ രീതിക്ക് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ രീതിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, ഈവൻ ചോറിൻ്റെ കൂടെ വരെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീടുകളിൽ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി പിന്നീട് കാണും വരെ വണക്കം. ബായ്.